നിലവിലെ തമിഴിലെ മികച്ച നടന്മാരിലൊരാളാണ് ധനുഷ്. 2 ദേശീയ അവാർഡ് സ്വന്തമാക്കിയ ധനുഷ് താരമെന്ന നിലയിലും നടനെന്ന നിലയിലും ഒരേസമയം തിളങ്ങുന്നുണ്ട്. ബോളിവുഡില് വരെ തന്റെ സാന്നിധ്യമറിയിച്ച താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം ഇഡലി കടൈ അടുത്തിടെ തിയേറ്ററുകളിലെത്തിയിരുന്നു. ആദ്യദിനം മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ച ചിത്രം പിന്നീട് ബോക്സ് ഓഫീസിൽ ഉയരാതെ പോവുകയാണുണ്ടായത്. കേരളത്തിലെ സമ്മിശ്ര പ്രതികരണമാണ് ഇഡലി കടൈ നേടിയത്. ഗ്രാമത്തിന്റെ നന്മയും പാസവും ഓവറാക്കി അവതരിപ്പിച്ച ചിത്രം ഒരുതരത്തിലും പ്രേക്ഷകരെ ഇമോഷണലി കണക്റ്റാക്കിയിട്ടില്ലെന്നാണ് അഭിപ്രായം. മിഡിൽ ക്ലാസ് ലൈഫിനെ പുകഴ്ത്തുന്ന ധനുഷിന്റെ സ്ഥിരം രീതി ഇത്തവണ വർക്കായിട്ടില്ലെന്നാണ് പ്രതികരണങ്ങള്. റിലീസ് ചെയ്ത് രണ്ടാഴ്ചയോടെടുക്കുമ്പോൾ 70 കോടി മാത്രമാണ് ചിത്രം നേടിയത്. ദീപാവലി റിലീസുകൾ വരുന്നതിനാല് ചിത്രം ഈ ആഴ്ചയോടെ പല സെന്ററുകളിൽ നിന്നും മാറുമെന്ന് ഉറപ്പാണ്. ഇതോടെ ഹാട്രിക്ക് 100 കോടിയെന്ന നേട്ടം ധനുഷിന് നഷ്ടമായിരിക്കുകയാണ്. ധനുഷിന്റെ മുൻ ചിത്രങ്ങളായ രായന്, കുബേര എന്നിവ 100 കോടി കളക്ഷന് നേടിയിരുന്നു. ഈ നേട്ടം ഇഡലി കടയും ആവർത്തിക്കുമെന്ന് ഫസ്റ്റ് ലുക്ക് റിലീസിന് പിന്നാലെ പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാല് ധനുഷിന് ഹാട്രിക്ക് 100 കോടി നേടാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഏപ്രിലിൽ റിലീസ് ചെയ്യുമെന്നറിയിച്ച ചിത്രം പിന്നീട് ഒക്ടോബറിലേക്ക് മാറ്റുകയായിരുന്നു. പൂജ ഹോളിഡേസ് മുതലാക്കാൻ ഇഡലി കടയ്ക്ക് സാധിച്ചില്ല. ധനുഷ് തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ധനുഷിന്റെ 4ാമത്തെ സംവിധാന സംരംഭമാണിത്. സംവിധാനത്തില് പുലിയാണെങ്കിലും താരത്തിന്റെ സ്ക്രിപ്റ്റുകൾ വീക്കാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. വിശ്രമമില്ലാതെ ഒന്നിന് പുറകെ ഒന്ന് എന്ന തരത്തിലാണ് ധനുഷ് ഓരോ സിനിമകളും പൂർത്തിയാക്കുന്നത്.